എല്ലാവർക്കും ഈസി കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങയിട്ട് മീൻ തോരനാണ്. മീൻ പറ്റിച്ചതെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് കമൻസ് ഇടണേ. ഞാൻ സ്റ്റീൽ പരവേന്ന് പറഞ്ഞ മീനാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ സ്റ്റീൽ പരവേന്നാണ് ഇതിന് പറയുന്നത്. 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇനി നാളികേരമാണെങ്കിൽ അരമുറി ഞാൻ ചെരുകി വെച്ചിട്ടുണ്ട്. പിന്നെ കരിവേപ്പിലയും ആവശ്യത്തിന്. പിന്നെ പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളകും കുറച്ച് കാന്താരിയും കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കാന്താരി തന്നോ പച്ചമുളക് തന്നോ ചെയ്യാവുന്നതാണ്. ഞാൻ രണ്ടും കൂടി എടുത്തതേ ഉള്ളൂ. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു സ്പൂണിനാണ് അളവെടുക്കുന്നത്. അതിനുശേഷം ഒരു പിഞ്ചളവിൽ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അതിനുശേഷം മിക്സിയുടെ പൾസ് ബട്ടൺ ഇല്ലേ, അതേ 2 പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതി. ഒത്തിരി അരഞ്ഞു പോവല്ലേ, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. പണ്ടൊക്കെ നമ്മൾ കല്ലിലാണ് ചതച്ചെടുക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ മിക്സിയുടെ ജാറിലിട്ടാണ് ചെയ്തത്. ഇനി ചട്ടി എടുത്തിട്ട് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചതൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ അരപ്പ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് മാങ്ങ അരിഞ്ഞു വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. മാങ്ങ നമ്മുടെ പുളി അനുസരിച്ച് ഇടുക, ഇല്ലെങ്കിൽ തിളച്ചതിന് ശേഷം പിന്നെ വേണമെങ്കിൽ പുളി വേണമെങ്കിൽ മാങ്ങ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം കുടമ്പുളി ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കുന്നുണ്ട്. എരിവനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതി. ഇത് ഓപ്ഷനിലാണ്, ഞാൻ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ മീൻ അതിട്ട് കൊടുക്കുക. അതിനുശേഷം കരിവേപ്പിലയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഒരു കളറിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇളക്കിയാൽ മതി. ഞാൻ അതിന് മുമ്പ് ഇളക്കി, പക്ഷേ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇളക്കുന്നതായിരിക്കും നല്ല. ഒന്നുകൂടെ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത്, ഒത്തിരി ഒന്നും ഇട്ട് ഇളക്കണ്ട, ഒന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതായിട്ട് തിള വന്ന് ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഉപ്പും പുളിയും എരിവും ഒക്കെ നോക്കണം കേട്ടോ. വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് ഒത്തിരി ഇട്ട് ഇളക്കുകയൊന്നും ചെയ്യരുത്, പൊടിഞ്ഞു പോകും. വെന്തതിന് ശേഷം നമുക്കിത് വെള്ളം പറ്റാനായിട്ട് തുറന്ന് വെച്ച് വെള്ളം പറ്റിച്ചെടുത്താൽ മതി. നടുക്കൊരു ജസ്റ്റ് തവി കൊണ്ടൊന്ന് ഇതാക്കിയിട്ട് സൈഡിലോട്ടെല്ലാം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുക്കങ്ങനെ അടി പിടിക്കത്തില്ല. എണ്ണ ഒഴിച്ചുകൊണ്ട് ഒട്ടും അടി പിടിക്കത്തില്ല. ഇതിങ്ങനെ പറ്റിച്ചെടുക്കാവുന്നതാണ്. ഇത് വെന്തു. ഇനി ഞാൻ ആ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇതിനകത്ത് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. മീൻസ് ചിലർ വെള്ളം എടുത്ത് വെച്ചിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ എടുത്ത് കഴിക്കും. ഇനി ഇത് വെന്ത് കഴിഞ്ഞു. ഇതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും തൂകി കരിവേപ്പിലയിട്ട് എടുക്കാവുന്നതാണ്. ഇത് അടിയിൽ ഒട്ടും പിടിച്ചിട്ടില്ല, കണ്ടില്ലേ. ഇത് വെന്ത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.